54 വർഷമായി ഹാഫിസുൽ അസദും ബഷാറുൽ അസദും മനുഷ്യചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പീഡിപ്പിച്ച് കൊന്നൊടുക്കിയൊരു സമൂഹമാണ് സിറിയ. ആ സിറിയ ഇപ്പോൾ മോചിതരായി. പട്ടാള വിപ്ലവം അട്ടിമറി, ഒരാളെ രക്തം ചിന്താതെയാണ് അവിടെ ഭരണകൂടം ഭരണത്തെ അട്ടിമറിച്ചിട്ട് ഭരണം പിടിച്ചെടുക്കിയത്. ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ അതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ സംഭവിച്ചപ്പോൾ ലോകത്തെ എല്ലാവരും, മുസ്ലിങ്ങളെല്ലാവരും സന്തോഷിച്ചു. സിറിയയിലെ ഇഖ്വാനുൽ മുസ്ലിമൂനും സന്തോഷിച്ചു. അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീഡിയോ അൽ ജസീറയിലെ ഇൻ്റർവ്യൂ ഞാൻ ഇന്നലെ വായിച്ചു. അയാൾ പറഞ്ഞു ഞങ്ങളൊക്കെ സന്തുഷ്ടരാണ്, കാരണം ഞങ്ങളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയവരാണ് ഇവർ. ഞാൻ പറഞ്ഞില്ല, പ്രസ്സിലിട്ടിട്ട് കൊല്ലുക, മയ്യത്തിൻ്റെ ശരീരത്തിൽ യാ ഹുസൈനെ എഴുതുക, വാളുകൊണ്ട് എഴുതുക, മയ്യത്തിനെ കൊണ്ട് അഷ്ഹദു അന്ന ബഷാറുൽ അസദ് അള്ളാഹു ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പറയിപ്പിക്കുക. ഇങ്ങനത്തെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരത ചെയ്ത ബഷാറുൽ അസദ് അവിടുന്ന് പോയി, അയാൾ അവിടുന്ന് ഓടിച്ചു. ഒരു ഭരണം വന്നു, മുസ്ലിങ്ങൾ സന്തോഷിക്കണ്ടേ? ഈ ലക്കത്തെ പ്രബോധനത്തിൽ ആ ഭരണത്തെ വളരെ വൃത്തികെട്ട വിജയമായിട്ട്, ആ സിറിയക്കാരുടെ വിജയത്തെ വളരെ മോശമാക്കിയിട്ട് അമേരിക്കൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇതിലേതെങ്കിലും ജമാഅത്തുകാരൻ, സുന്നി വിശ്വാസത്തോടു കൂറുള്ള ഒരു ജമാഅത്തുകാരൻ കേരളത്തിലുണ്ടെങ്കിൽ അവനവരെ ഈ സംഘടനയോട്, അതിൻ്റെ നേതാക്കളോട് ചോദ്യം ചെയ്യണം. ഇത്ര ക്രൂരമായ ഒരു മനസ്സെങ്ങനെ ഈ സിറിയയിലെ ലക്ഷക്കണക്കിന് ബഷാറുൽ അസദിൻ്റെ വാപ്പ ഹാഫിസ് അസദ് 1982 ഹുമായിൽ 25,000 ഇഖ്വാനികളെയാണ് കൊലപ്പെടുത്തിയത്. ആ പാർട്ടിക്കാർ സന്തോഷിക്കുമ്പോൾ അവരെ ഇന്ത്യയിലെ കേരളത്തിലെ ആൾക്കാർ ആ ഭരണകൂടത്തിൻ്റെ എതിരിൽ, അത് അമേരിക്കൻ്റെ ആൾക്കാരാണ്, അവർ ഇതിൽ പോലും ഖുമൈനിയെ പുകഴ്ത്തിയിട്ട് മഷി ഉന്തിയിട്ടുണ്ട്. ഇത്ര വൃത്തികെട്ടവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ.